പെരിയോനേ എൻ റഹ്മാനേ പെരിയോനേ റഹീം പെരിയോനേ എൻ ഈ ഒരു ആടുജീവിതം എന്നുള്ളൊരു സിനിമ എന്നെ സംബന്ധിച്ചൊരു സ്വപ്നം യാഥാർത്ഥ്യമാകുന്ന പോലെയാണ്. ഞാൻ ഈ സിനിമയിൽ എത്തിപ്പെടുന്നത് 2017 ഫോട്ടോ അയച്ചു കൊടുത്തു. 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൾ വന്നു, എന്നീ കൊച്ചിയിലേക്ക് വരണം പെട്ടെന്ന്, നാളെ ഓഡീഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. എന്തോ അമ്മേനെ കൊന്ന കുറ്റത്തിന് ജയിലിൽ കിടക്കുന്ന ഒരു ജയിൽ പുള്ളീൻ്റെ ഒരു പോലെയാണ് എനിക്കന്ന് അപ്പം എന്തോ ചെയ്യാൻ തോന്നി. അവസാനം ഞാൻ സാറിനെ നേരെ നോക്കിയിട്ട് നീയാണ് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു. അത് കണ്ടപ്പോൾ സാറിൻ്റെ കണ്ണൊക്കെ വൈഡായി, ഒന്ന് ഞെട്ടിയ പോലെയൊക്കെ. സാറ് പറഞ്ഞു, നിന്നെ ഹക്കീം എന്നുള്ള റോളിലേക്ക് ഒന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഈ ഒരു യാത്രയിലേക്ക് നീ ഞങ്ങളുടെ കൂടെ കൂടുന്നോ ചോദിച്ചു. അങ്ങനെയാണ് ഈ ഒരു സിനിമ ആടുജീവിതം എന്നുള്ളൊരു വലിയൊരു ഭംഗിയുള്ള യാത്ര എന്നെ സംബന്ധിച്ചിട്ട് തുടങ്ങുന്നത്. ഹക്കീം എന്നുള്ള കഥാപാത്രം എനിക്ക് എന്നോട് തന്നെ കുറേ സാമ്യതയുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയത്. അവനെ എൻ്റെ പോലെ തന്നെ കുറേ സ്വപ്നങ്ങൾ ജീവിച്ച് തീർക്കണമെന്ന് ആഗ്രഹമുള്ളൊരു പയ്യനാണ്. ഞങ്ങളുടെ ഇടയിലുള്ള കുറേ സിമിലാരിറ്റീസിനെയായിരുന്നു ഞാൻ നോക്കിക്കണ്ടത്. അവൻ എങ്ങനെയായിരിക്കും നടക്കുക, ഇരിക്കുക, ഭക്ഷണം കഴിക്കുക, അവൻ എങ്ങനെയായിരിക്കും ഉറങ്ങുക, അങ്ങനെയൊക്കെ ആലോചിച്ച് എൻ്റേതായിട്ടുള്ളൊരു ഐഡിയയിൽ ഞാൻ അങ്ങനെ അതുപോലെ ജീവിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ക്യാരക്ടറിൻ്റെ ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ, ഈ ഒരു 3 കൊല്ലം കഴിഞ്ഞിട്ടുള്ള ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ വളരെ കഷ്ടപ്പാട് പിടിച്ചൊരു പ്രോസസ്സായിരുന്നു. കാരണം ആ 64 കിലോ എന്ന മാർക്കിൽ നിന്ന് ഞാൻ എൻ്റെ ശരീരത്തെ 44 കിലോഗ്രാം എന്ന മാർക്കിലേക്ക് എത്തിച്ച്. അപ്പോൾ അവൻ അനുഭവിച്ച കഷ്ടപ്പാടുകളുടെ ഒരു 10% ഞാൻ അനുഭവിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് എങ്ങനെയാണ് അവനെ അവതരിപ്പിക്കാൻ പറ്റുക, അങ്ങനെയാണ് അവനായിട്ട് എനിക്ക് മാറാൻ പറ്റുക എന്നുള്ളൊരു തോന്നൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. കഥാപാത്രമാവുന്നതിൽ ഏറ്റവും അധികം പങ്കുവച്ചൊരു 2 ഡിപ്പാർട്ട്മെൻറ്റുകളാണ് മേക്കപ്പ് ആൻഡ് കോസ്റ്റ്യൂം. അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഞാൻ എൻ്റെ കണ്ണാടിയിൽ നോക്കുമ്പോൾ ഇത് ഞാനല്ല, ഇത് അവനാണ്, ഇത് ഹക്കീമാണെന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ആ ഒരു തോന്നലിലാണ് ഞാൻ ദിവസം രാവിലെ സെറ്റിലേക്ക് പോകുന്നതും. നൈറ്റ് ഷൂട്ട് ഉണ്ടാകുമ്പോൾ കുത്തുന്ന തണുപ്പും അതേപോലെ രാവിലെ ഷൂട്ട് ചെയ്യുമ്പോൾ കുത്തുന്ന ചൂടും, ഇത് തമ്മിലുള്ള ഒരു ഗെയിമായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഇതുപോലെ തന്നെ ഞങ്ങൾ ഇതുപോലൊരു സാൻഡ് സ്റ്റോമിൻ്റെ ഒരു സീനൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാനും രാജുവേട്ടനും ജിമ്മി സാറും ഞങ്ങൾ 3 പേരും ഒരു കവറിങ്ങും ഒന്നുമില്ലാതെ മുഖം മൊത്തം മറയ്ക്കാതെ ഓപ്പണായിട്ട് നിൽക്കുകയായിരുന്നു. ഓരോ ഷോട്ട് കഴിയുമ്പോഴും സാറ് പറയും, നന്നായിട്ടുണ്ട്, ഇത് നല്ലപോലെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ചില ഷോട്ടിൽ കീമേ ഇത് അങ്ങനെയല്ല, ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് എന്നെ തിരുത്തും. ഇവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് തന്നെ എന്നെ സംബന്ധിച്ച് ഒരു വളരെ വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഹക്കീമായിട്ട് ക്യാമറയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നന്നായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.